ഹലോ! അങ്ങനെ കുറച്ച് ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളിതേ ഒരു ചെറിയ വെക്കേഷൻ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. പോണ മുന്നേ ഇതേ നമ്മൾ പോപ്പീനെ അരുണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാക്കുകയാണ്. പോപ്പിയും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ 3 ദിവസം അവനൊരു വെക്കേഷൻ ട്രിപ്പാണ്. ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തത് മധുരൈ, രാമേശ്വരം, ധനുഷ്കോടിയാണ്. ഈ സ്ഥലങ്ങളിൽ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് ധനുഷ്കോടിയാണ്. കാരണം എന്താ വെച്ചാൽ അത് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത്. അങ്ങനെ അരുണേട്ടൻ പോയി വരുമ്പോഴേക്കും ഞങ്ങളിതേ പാക്ക് ചെയ്ത ബാഗൊക്കെ വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റി. ഫസ്റ്റ് ട്രെയിനിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാറിൽ തന്നെ ഒരു ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളെക്കാട്ടും കൂടുതൽ ട്രിപ്പ് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് പപ്പും ഇച്ചുവാണ് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് അവൾ ചോദിക്കാൻ തുടങ്ങിയതാണ് എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. വീട്ടിൽ നിന്ന് ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഏകദേശം ഒരു 5 മണിക്കൂറാണ് മധുരയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. Happy birthday to you. Happy birthday to you. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ കൂടി ഈ യാത്രയുടെ ഇടയിൽ ഞങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് പറ്റി. പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അധികം കയറാറുള്ളത് ഹോട്ടൽ ശ്രീശക്തി വിലാസിലാണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ടുള്ള ഹോട്ടലാണ്. അതുപോലെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചായാലും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ്. മസാല ദോശ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതേ കുറച്ച് നാരങ്ങ മിഠായി പോലുള്ള മിഠായികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇച്ചു പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് കേരള ബോർഡറിന് തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ റോഡ് വെച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും തമിഴ്നാട് എത്തി എന്നുള്ളത്. ഹൈവേ കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ കരിക്ക് കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. അപ്പോൾ അവിടെ പലവിധ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നത് കണ്ടു. ഈ ഒരു പഴത്തിൻ്റെ പേര് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ട് പെട്രോൾ അടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ. കാരണം ഏകദേശം ഒരു 4 രൂപയുടെയൊക്കെ വ്യത്യാസമുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പെട്രോളിൻ്റെ വില തമ്മിൽ. പോകുമ്പോൾ ആരും അങ്ങനെ ഉറങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം നല്ല നല്ല കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മധുര എത്തിയിട്ടോ. ക്ഷേത്രത്തേക്ക് അവിടെ നിന്നും കുറച്ച് ദൂരം കൂടി പോകാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ വേഗം അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് അച്ഛൻ മീൽസാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പായസവും എല്ലാം കുടിക്കാനായിട്ട് പറ്റിയിട്ടോ. അമ്പലത്തിൽ വൈകുന്നേരം തൊഴാനുള്ളതുകൊണ്ട് ഞങ്ങളും വെജ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഹോട്ടൽസ് ഒക്കെ ബുക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ കാവേരി മഹലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇത് റെഡിയായി. എവിടെ പോണ? മധുര മീനാക്ഷി ക്ഷേത്രം. റൂമിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തേക്ക്. അതേപോലെ 4:30 തൊട്ട് 9 വരെയാണ് ദർശന സമയം വരുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മൾ മധുരയിലുള്ള കാഴ്ചകളൊക്കെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോ എനിക്കും അമ്മൂമ്മ മുല്ലപ്പൂത. ആ അമ്മൂമ്മ മുല്ലപ്പൂ കൊടുത്തെങ്കിലും കല്യാണ പെണ്ണിനെ പോലെ അത് തൂക്കിയിട്ട് നടക്കണം പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ ഇത്. അമ്പലത്തിൽ കുറച്ചു കാലമായിട്ട് പണി നടക്കണേ നമുക്ക് പഴയ ആ ഭംഗിയൊന്നും അമ്പലത്തിൻ്റെ കിട്ടില്ല കേട്ടോ. അതേപോലെ ഫോണൊന്നും നമുക്ക് ഉള്ളിലേക്ക് അലൗഡ് അല്ല, എല്ലാം ക്ലോക്ക് റൂമിൽ വെക്കണം. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ മധുരൈ സ്പെഷ്യലായിട്ടുള്ള ബൺ പൊറോട്ട കഴിക്കാനാണ് പോയത്. മധുരൈ ബൺ പൊറോട്ട കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ കടയുടെ പേരും വരുന്നത്. മധുരൈ പോണ ടൈമിൽ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ബൺ പൊറോട്ട എന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ളത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. കാരണം അമ്പലത്തിൽ കണ്ട അത്രയും തിരക്ക് ദേ ഈ ഒരു ഹോട്ടലിലുണ്ട്.
ബൺ പൊറോട്ടയോടൊപ്പം ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കറികൾ കിട്ടും കേട്ടോ. ചിക്കൻ്റെ, മട്ടൻ്റെ, അതുപോലെ ഫിഷ് ഫ്രൈ വരുന്നുണ്ട്, കാട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബൺ പൊറോട്ടയോടൊപ്പം ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന കറി ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ മധുരൈ സ്പെഷ്യൽ ആയിട്ടുള്ള ബൺ പൊറോട്ടയൊക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തു രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ മധുരയിലുള്ള വൈകുന്നേര കാഴ്ചകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കേട്ടോ പകലുള്ള കാഴ്ചകൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു ട്രിപ്പിൻ്റെ ഡേ 1ലുള്ള വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ വരുന്നത്. അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.